ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മാരുതിയുടെ ഷോറൂമിലാണ്. അപ്പം ജനുവരി ആയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മൾ മാരുതിയുടെ ഓഫർ കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്തോടെ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും മാരുതി തങ്ങളുടെ വാഹനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24ലേക്ക് കടന്ന സമയത്ത് ഇതിലിപ്പോൾ എല്ലാ ഷോറൂമുകളിലും 23 വാഹനങ്ങളും സ്റ്റോക്ക് കാണും. അതുപോലെ തന്നെ 24 വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ ഒരു മാരുതി ലൈനപ്പിലെ 23 സ്റ്റോക്ക് എടുക്കുന്ന വാഹനങ്ങൾക്ക് എത്ര രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട്, 24 വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിലവിലിപ്പം 8 വർഷത്തേക്ക് നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് വരുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ആണ് 8 വർഷത്തെ ഫിനാൻസ് സൗകര്യം നിലവിൽ മാരുതി വാഹനങ്ങൾക്ക് നൽകുന്നത്. നേരത്തെ അവർക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്കീം അവൈലബിൾ ആയിരുന്നു. നിലവിൽ ആ ഒരു സ്കീം വരുന്നില്ല. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. അതല്ല, സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്കീം വേണമെന്നുണ്ടെങ്കിൽ 7 വർഷത്തേക്ക് ഏതോ പ്രൈവറ്റ് ഫിനാൻസിൽ 1-2 ഫിനാൻസുകൾ ചെയ്യുന്നുണ്ട്. അവർ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് 7 വർഷം തിരിച്ചടവ് കാലാവധിയോടുകൂടി നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അതല്ല, ബാങ്ക് ഫൈനാൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ബാങ്കുകളും നമുക്ക് 7 വർഷത്തേക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കൊരു സാലറി സ്ലിപ്പൊക്കെ അതിന് മസ്റ്റ് ആയിരിക്കും. ബാങ്ക് ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഓൺ റോഡിൻ്റെ 92% വരെയും നമുക്ക് ഫിനാൻസ് ബാങ്ക് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതല്ല, ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ലേഡീസിൻ്റെ കാര്യം. ലേഡീസിന് സിംഗിൾ ആപ്ലിക്കൻ്റായിട്ടും ലോൺ സൗകര്യം മാരുതി വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആകാശിൻ്റെ നമ്പറാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ആകാശിനെ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ആകാശ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഓഫറിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വണ്ടി ഉണ്ടോ എന്നൊക്കെയാണ് സംശയം. അപ്പോൾ നമുക്ക് 2 ഓഫറും പറയാം. 23 വണ്ടിയുടെ ഓഫറും പറയാം, 24 വണ്ടിയുടെ ഓഫറും പറയാം. അത് നമുക്ക് ഓൾട്ടോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾട്ടോയാണ് നമ്മുടെ മാരുതിയുടെ ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്ന വാഹനം. പ്രൈസിലേക്ക് കടന്നാൽ LXi 561, VXi 6,02,000, VXi പ്ലസ് 6,36,000 റേഞ്ചിലാണ് വാഹനത്തിന് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലോ VXi ആണെങ്കിൽ 6,66,000 വരുന്നുണ്ട്. VXi പ്ലസിന് 7 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഓഫറിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് 23 വണ്ടിയുടെ ഓഫറിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. 24 വണ്ടി നിലവിൽ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. പിന്നൊരു കാര്യം നമുക്ക് പറയേണ്ടത്, നിലവിൽ 24 വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുമാത്രവുമല്ല, ജനുവരിയിൽ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകൾക്കും പ്രൈസ് ഹൈക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൈസ് ഹൈക്ക് വന്നെന്ന് വെച്ചു, എന്നിരുന്നാൽ പോലും സ്റ്റോക്കുള്ള വാഹനങ്ങൾക്ക് പഴയ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അത് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ. അത്യാവശ്യം നല്ലൊരു രീതിയിൽ പ്രൈസ് ഹൈക്ക് വരാനായിട്ട് സാധ്യത ഉണ്ട്. ഓഫർ 2023 വണ്ടിയാണെങ്കിൽ ആൾട്ടോ K10 ക്യാഷ് ഓഫർ 35,000 വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 15,000, NRS സ്കീം 3,000, കോർപ്പറേറ്റ് ഓഫർ 3,000. അത്രയുമാണ് സ്കീമുകൾ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ 2024ലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെപ്പറേറ്റ് ആണ് ഓഫർ. ഓൾട്ടോ K10 മാനുവൽ വേരിയൻറ്റിന് 25,000 ക്യാഷ് ഓഫർ, ഓട്ടോമാറ്റിക്കിന് 30,000 ക്യാഷ് ഓഫർ വരുന്നത്. ഇത്രയുമാണ് മേജറായിട്ട് വരുന്നൊരു വ്യത്യാസം നമുക്ക് ഓഫറിനകത്ത് പറയാൻ പറ്റും. ബാക്കി എക്സ്ചേഞ്ച് ബോണസ്, NRI സ്കീം, കോർപ്പറേറ്റ് ഓഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒന്നുകൂടി പറഞ്ഞു തരാം. 23 മോഡൽ ഓട്ടോമാറ്റിക്കിന് മാനുവലിന് 35,000 രൂപ ക്യാഷ് ഓഫറും, 24 ആണെങ്കിലോ മാനുവലിന് 25,000, ഓട്ടോമാറ്റിക്കിന് 30,000 ക്യാഷ് ഓഫർ ഇട്ടിട്ടുള്ളത്. എക്സ്ചേഞ്ച് ബോണസ് ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെ. അത് മാറ്റങ്ങളൊന്നുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സീറോയിൽ വേണമെങ്കിലും സ്വന്തമാക്കാം. എന്നിരുന്നാലും മിനിമം നമുക്കൊരു 20,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്കാണെങ്കിൽ ഒരു 11,000, 7 വർഷമാണെങ്കിൽ 2,800 റേഞ്ചിലുമായിരിക്കും EMI വരുന്നത്. അതല്ല, ഇനി ബജാജ് ഫിനാൻസ് ത്രൂ 8 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 8,000 താഴെ പോകും. 7,500 റേഞ്ചിലൊക്കെ ആയിരിക്കാം EMI വരുന്നത്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, ഏകദേശം ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് വരുന്നത് എസ്പ്രസോയാണ്. ഈ എസ്പ്രസോയുടെ ലൈനപ്പിലേക്ക് പോകുന്ന സമയത്ത് പ്രൈസിലേക്ക് അടക്കം VXi 620 വരുന്നുണ്ട്, VXi പ്ലസ് 654. ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi 684, VXi പ്ലസ് 718 ഓൺ റോഡ് പ്രൈസ്. ഈ ഒരു വാഹനത്തിന് ഞാൻ ഈ പറഞ്ഞതുപോലെ 23 മോഡലിനും 24 മോഡലിനും സെപ്പറേറ്റ് ആണ് ഓഫർ നൽകിയിട്ടുള്ളത്. 23 മോഡലാണെന്നുണ്ടെങ്കിൽ 35,000 ക്യാഷ് ഓഫർ വരുന്നുണ്ട്, 15 എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, NRI സ്കീം 3, കോർപ്പറേറ്റ് ഓഫർ 3. മൊത്തത്തിൽ 56,000 രൂപയാണ് 23 മോഡൽ വാഹനത്തിന് എസ്പ്രസോയ്ക്ക് നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കിന് മാനുവലും സെയിം ഓഫർ തന്നെ 23-ന്. 24 ആണെങ്കിലോ 25,000 ക്യാഷ് ഓഫർ മാനുവലിന്. ഇതിന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 30,000. ഓട്ടോമാറ്റിക്കിന് ഓഫർ കൂടുതലാണ്, ക്യാഷ് ഓഫർ കൂടുതലാണ്. ശ്രദ്ധിച്ച് കേട്ടോ. 24 വണ്ടിക്ക് മാനുവലിന് 25,000 ക്യാഷ് ഓഫറും ഓട്ടോമാറ്റിക്കിന് 30,000 ക്യാഷ് ഓഫർ മാരുതി ഇട്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെ. എക്സ്ചേഞ്ച് 15, NRI സ്കീം 3,
കോർപ്പറേറ്റ് ഓഫർ 3. ബാക്കി സ്കീമുകളെല്ലാം സെയിം തന്നെയാണ്. ഡൗൺ പേയ്മെൻറ്റ് സീറോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നാലും മിനിമം നമുക്കൊരു 30,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ സാധാരണക്കാരന് ഈ സീറോയൊക്കെ പറയുന്നത് ഭയങ്കര ട്രാക്കുള്ളവർക്കും അത്യാവശ്യം സ്കോർ വരുന്നവർക്കൊക്കെയാണ് ഈ ഒരു സീറോ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അത് കിട്ടത്തില്ല. ഇത് നോർമലി ഒരു സാധാരണക്കാരന് 30,000 രൂപയ്ക്ക് ഇറക്കാം. 5 വർഷത്തേക്കാണെങ്കിൽ 12,800, 7 വർഷമാണെങ്കിൽ 10,000-നകത്തുമാണ്, 9,700 റേഞ്ചിലുമാണ് EMI വരുന്നത്. അടുത്ത വാഹനം നമുക്ക് വരുന്നത് സെലേറിയാണ്. സെലേറിയുടെ പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞാൽ VXi 693 ഓൺ റോഡ് വരുന്നുണ്ട്, ZX 725 ഓൺ റോഡ് വരുന്നുണ്ട്, ZXi പ്ലസ് 781 ഓൺ റോഡ് വരുന്നു. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi ഓട്ടോമാറ്റിക് 757, ZX 790, ZXi പ്ലസ് 846 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 23, 24 വാഹനങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് ഓഫർ നൽകിയിട്ടുള്ളത്. 23-ന് 35,000 ക്യാഷ് ഓഫർ, 15 എക്സ്ചേഞ്ച് ബോണസും, NRI 3, കോർപ്പറേറ്റ് 3, അങ്ങനെയാണ് ഓഫർ പോകുന്നത്. ഇനി 24 ആണെന്നുണ്ടെങ്കിൽ മാനുവലിന് 25,000, ഓട്ടോമാറ്റിക്കിന് 30,000 രൂപയുടെ ഓഫറും സെലേറിയോ എന്ന വാഹനത്തിന് മാരുതി നൽകുന്നുണ്ട്. ബാക്കി എക്സ്ചേഞ്ച് ബോണസ്, NRI സ്കീം, കോർപ്പറേറ്റ് ഓഫർ എന്നീ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 30,000 രൂപ മിനിമം അടച്ച് ഞാൻ സ്വന്തമാക്കാം. 7 വർഷത്തെ EMI ആണെങ്കിൽ 11,000, 5 വർഷത്തെ EMI ആണെങ്കിൽ 14,000 റേഞ്ചിലും EMI വരുന്നുണ്ട്. ഇത്രയും ഉള്ളൂ നമുക്ക് സെലേറിയോയെക്കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് വരുന്നത് വാഗണോറാണ്. വാഗണോറിലേക്ക് വരുന്ന സമയത്ത് LXiക്ക് 660 ഓൺ റോഡ്, VXiക്ക് 713 ഓൺ റോഡ്, ZXiക്ക് 751 ഓൺ റോഡ്, ZXi പ്ലസിന് 8 ലക്ഷമാണ് ഓൺ റോഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയൻസുകൾ മാറുന്നതിനനുസരിച്ച് പ്രൈസിനകത്ത് വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. ഇനി ഓട്ടോമാറ്റിക്കിന് VXi 777, ZXi 815, ZXi പ്ലസ് 871 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഓഫറിലേക്ക് കടക്കാം. ഇതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 23, 24 സെപ്പറേറ്റ് ഓഫർ വരുന്നത്. 23 മോഡൽ വാഹനമാണ് എന്നുണ്ടെങ്കിൽ 25,000 ക്യാഷ് ഓഫർ, എക്സ്ചേഞ്ച് 15, NRI 3, കോർപ്പറേറ്റ് 3. ഇനി നമ്മൾ 24-ലേക്ക് കടന്നു കഴിഞ്ഞാൽ മാനുവലിന് 15,000 രൂപയാണ് ക്യാഷ് ഓഫർ, ഓട്ടോമാറ്റിക്കിന് 20,000 രൂപയാണ് ക്യാഷ് ഓഫർ. ബാക്കി എക്സ്ചേഞ്ച് ബോണസ് സെയിം തന്നെ, 15 വരുന്നുണ്ട്, NRI സ്കീം, കോർപ്പറേറ്റ് ഓഫർ ഇതെല്ലാം സെയിം തന്നെ 3,000 രൂപ വെച്ചാണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 30,000 ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം. ഏറ്റവും ബേസ് മോഡലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. EMI ഒക്കെ 5 വർഷമാണെങ്കിൽ 13,600 റേഞ്ചിലും, 7 വർഷമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,500 റേഞ്ചിലുമാണ് ഈ ഒരു വാഹനത്തിന് EMI വരുന്നത്. ഇത്രയും ഉള്ളൂ നമുക്ക് വാഗണോറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്കുള്ളത് സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് LXiക്ക് 719, VXi 831, ZXi 910, ZXi പ്ലസ് 994 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXiക്ക് 895, ZXi 975, ZXi പ്ലസ് 1058 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഓഫറിലേക്ക് കടന്നു കഴിഞ്ഞാൽ 23 വണ്ടിക്ക് 20,000 ക്യാഷ് ഓഫർ വരുന്നത്, എക്സ്ചേഞ്ച് 15, കോർപ്പറേറ്റ് 3, NRI 3. ഇനി 24 ആണെങ്കിലോ മാനുവലിന് 10, ഓട്ടോമാറ്റിക്കിന് 15 ക്യാഷ് ഓഫർ. ബാക്കിയൊക്കെ സെയിം തന്നെ, 15 രൂപ എക്സ്ചേഞ്ച് ബോണസും, NRI സ്കീം 3, കോർപ്പറേറ്റ് ഓഫർ 3. ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞത് 40 രൂപ അടച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 5 വർഷത്തേക്കാണെങ്കിൽ 14,800 റേഞ്ചിലും, 7 വർഷമാണെങ്കിൽ ഒരു 11,500 റേഞ്ചിലും സ്വിഫ്റ്റ് എന്ന വാഹനത്തിന് EMI വരുന്നുണ്ട്. ബേസ് മോഡലിൻ്റെയാണ് EMI ഒക്കെ പറയുന്നത്. ഇനി ഡിസൈറിലേക്ക് പോകാം. ഡിസൈറിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫറും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. എന്നിരുന്നാലും പ്രൈസ് ഒന്ന് പറഞ്ഞേക്കാം. LXiക്ക് 778, VXiക്ക് 887, ZXi 966, ZXi പ്ലസ് 1050 ഓൺ റോഡ് വരുന്നു. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ VXi 951, ZXi 1031, ZXi പ്ലസ് 1111 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഡൗൺ പേയ്മെൻറ്റ് ഒരു 50,000 അടച്ചാൽ സ്വന്തമാക്കാം. 5 വർഷമാണെങ്കിൽ 16,600, 7 വർഷത്തേക്ക് 13,000 റേഞ്ചിലും വാഹനത്തിന് EMI വരും. അത്രയുമുള്ള ഡിസൈറിൻ്റെ കാര്യം. ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. ബ്രസ. ഈ പറഞ്ഞ ബ്രസ എന്ന വാഹനത്തിന് നമുക്ക് ഓഫറും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഒരുപാട് നാളുകൊണ്ട് നിങ്ങൾ കാണുന്നതാണ്, ഓഫറൊന്നും വരാറില്ല. അപൂർവമായിട്ട് 1-2 വട്ടം വന്നിട്ടേ ഉള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ മാസം ഉണ്ടെന്ന് തോന്നുന്നു. LXiക്ക് 988, VXi 1146, ZXi 1164, ZXi പ്ലസ് 1516 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. പ്രൈസ് ഒന്നുകൂടെ പറയാം. LXiക്ക് 988, VXi 1146, ZXi 1344, ZXi പ്ലസ് 1516. എനിക്കൊന്ന് പ്രൈസ് വന്നത് തെറ്റ് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്, അതാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXiക്ക് 1356, ZXiക്ക് 1524, ZXi പ്ലസ് 1697 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഡൗൺ പേയ്മെൻറ്റ് ഒരു 1 ലക്ഷം രൂപയ്ക്കുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. 5 വർഷത്തേക്ക് 20,000, 7 വർഷത്തേക്ക് 15,500 EMI വരുന്നത്. ഈ ലൈനപ്പിലുള്ള വാഹനം ഈക്കോയാണ്. ഈക്കോയ്ക്ക് ഓഫർ അവൈലബിൾ ആണ്. 5 സീറ്റർ, 7 സീറ്റർ എന്നിങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. 5 സീറ്റർ ആണെങ്കിൽ 674, 7 സീറ്റർ 6,66,000 ഓൺ റോഡ് പ്രൈസ്. ക്യാഷ് ഓഫർ 23 വണ്ടിക്ക് 15, 24 വണ്ടിക്ക് 10. ബാക്കിയൊക്കെ സെയിം തന്നെ. NRI 3, കോർപ്പറേറ്റ് 3, എക്സ്ചേഞ്ച് 10. ഡൗൺ പേയ്മെൻറ്റ് 50,000 അടച്ച സ്വന്തമാകാം ഈക്കോ എന്ന വാഹനം. 5 വർഷത്തേക്ക് 13,700, 7 വർഷത്തേക്ക് 10,500 EMI വരുന്നത്.
ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാൻ. ലാസ്റ്റ് വാഹനം നമ്മുടെ എർട്ടിഗയാണ്. എർട്ടിഗയ്ക്ക് യാതൊരു വിധത്തിലും ഓഫറും കാര്യങ്ങളും നൽകിയിട്ടില്ല. എർട്ടിഗയ്ക്ക് ഇതുവരെ ഓഫർ മാരുതി ഇട്ടിട്ടില്ല. നമ്മൾ ഈ ഓഫർ കൂടി ചെയ്തു തുടങ്ങി ഇത്രയും വർഷത്തിനിടയ്ക്കും ഓഫർ ഇട്ടിട്ടില്ല. എർട്ടിഗയ്ക്ക് LX 1029, VX 1162, ZX 1324, ZX പ്ലസ് 14 ലക്ഷവും ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1372 VX, 15 ലക്ഷം ZX, 1588 ZX പ്ലസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓഫർ, മാരുതിയുടെ വാഹനങ്ങളുടെ ഓഫർ. 23 വണ്ടിയുടെ ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, 24 വണ്ടിയുടെ ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുമാത്രമല്ല 24 വണ്ടി നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾ നിലവിൽ സ്വന്തമാക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് ഹൈക്ക് ഉടനെയുണ്ട്. ആ ഒരു പഴയ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്റ്റോക്ക് കിടക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ കൈയോടെ തന്നെ സ്വന്തമാക്കാനായിട്ട് നോക്കുക. പ്രൈസ് ഹൈക്കിന് മുമ്പ് തന്നെ 23 വേണമെന്നുള്ളവർക്ക് 23 ചൂസ് ചെയ്യാം, 24 വേണമെന്നുള്ളവർക്ക് 24 ചൂസ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ 23 വണ്ടികൾക്ക് ഒരു 15,000 അക്സസറീസ് ഓഫർ കൂടി നൽകുന്നുണ്ട്. 24 വണ്ടിയാണെങ്കിൽ 6,000 രൂപയുടെ എന്തോ ഓഫർ മാത്രമേ അക്സസറീസ് ഓഫറായിട്ട് നൽകിയിട്ടുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.